നമ്മൾ കളിക്കാൻ പോകുന്ന സ്വർഗം അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഭൂമിയിലെ സ്വർഗം പോലെയാണ് ചില ഗ്രൗണ്ടുകൾ. അവിടുത്തെ ആംബിയൻസും ക്ലൈമറ്റും ഒക്കെ നമ്മളെ വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ക്രിയേറ്റീവ് സ്ക്വാഡ് ഞങ്ങൾ ഒരുമിച്ച് മൂന്നാറിൽ ഹൈ റേഞ്ചിൽ ഒരു കിടിലൻ ഗ്രൗണ്ടിൽ പോയി. ആ ഗ്രൗണ്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്നായിട്ട് ഇതിങ്ങനെ കിടക്കും. കാരണം മൂന്നാറിലെ കോടമഞ്ഞിൽ വൈറ്റ്സ് ഒക്കെ ഇട്ട് പിങ്ക് ബോളിൽ കളിക്കുകയും അവിടുത്തെ ആംബിയൻസ് തന്നെ വേറെയാണ് കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ മുന്നിൽ കുറേ മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കും. ആ ക്ലൈമറ്റിൽ കൂടെ നടക്കുന്നത് തന്നെ ഭയങ്കര ഒരു മൂഡല്ലേ. പിന്നെ ഡെസ്റ്റിനേഷൻ എത്ര ഭംഗിയുള്ളതാണെങ്കിലും നമ്മുടെ കൂടെയുള്ള കമ്പനി അത്ര അടിപൊളിയാണെങ്കിലല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അമീറിൻ്റെ കൂടെയും ജോമോൻ്റെ കൂടെയും ഹരിയുടെ കൂടെയും ഹർഷയുടെ കൂടെയൊക്കെ ആദ്യമായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയത്. ശരിക്കും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നമ്മുടെ ക്രിയേറ്റേഴ്സ് കാർഡ് ഒരു ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കോടമഞ്ഞിൽ അങ്ങോട്ട് ചെല്ലുമ്പം ഒരു 8:30 കളി തുടങ്ങുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. 10 മണിയായി കളി തുടങ്ങിയപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ കൂടെ കളിച്ച റോട്ടറി ക്ലബ്ബിലെ ചേട്ടന്മാരാണ് കേട്ടോ. അവരൊക്കെ എല്ലാ വർഷവും വന്നിട്ട് ഈ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത വർഷം വരണമെന്നുണ്ട്. ഇത് ഒരിക്കലും മറക്കില്ല. ഈ കളിയുടെ ഇടയ്ക്കാണ് എൻ്റെ കാലിനിട്ട് മുട്ടിനിട്ട് അടിയൊക്കെ കിട്ടിയത്. പക്ഷെ അതൊക്കെ മറന്നിട്ട് വീണ്ടും സ്പിന്നൊക്കെ എറിഞ്ഞ് ഞാൻ കളിച്ചവിടെ.